ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ഒരു പരമ്പരയായിട്ടുള്ള സ്നേഹക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെയും അതുപോലെ തന്നെ ഇന്നലത്തെയും, ഇന്നലെയാണ് ആ പരമ്പര സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ ആ ഒരു ഇൻട്രോ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ്. നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സേതുമാധവൻ എന്ന് പറയുന്ന ഒരാളെ കാണിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പൊക്കെ നടത്തുന്ന ആളാണ് നമ്മുടെ കഥയിലെ നായകൻ. പുള്ളിയാണെങ്കിലോ ഈ കല്യാണ ബ്രോക്കറും അതുപോലെ തന്നെ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ടൈപ്പാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അന്നേ ദിവസം നമ്മുടെ പല്ലവിയാണ് കഥാനായികയായിട്ടുള്ള പല്ലവിയെ പെണ്ണ് കാണാനായിട്ട് മറ്റൊരു കൂട്ടർ വരുന്നുണ്ട്. അങ്ങനെ ഇവർ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ സേതുവിനെ സ്വീകരിച്ച്, സേതുവാണ് ചെറുക്കൻ എന്നൊക്കെ വിചാരിച്ച് ആ മാഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ശോഭയും കൂടെ സൽക്കരിക്കാൻ തുടങ്ങി. അപ്പം വലിയ കാര്യത്തിന് ഇവരുടെ കല്യാണത്തിൻ്റെ ആ ഒരു ഇവന്റ് ഞങ്ങൾക്ക് തന്നെ തരണമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സേതു അവിടെ എത്തിയിട്ടുള്ളത്. കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ പല്ലവി ആണെങ്കിലോ നാണത്തോടു കൂടി ചെറുക്കൻ്റെ മുന്നിലെത്തി. ചെറുക്കന് ചായയൊക്കെ കൊടുത്തു. അപ്പോഴും നമ്മുടെ സേതുവിന് അറിയില്ല ഇത് പെണ്ണ് കാണൽ ചടങ്ങാണ് എന്നുള്ള കാര്യം. സേതു ആണെങ്കിലോ അല്ല, പല്ലവിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, പല്ലവിയുടെ ഇഷ്ടപ്പെട്ട കളർ ഏതാണ്, പല്ലവിക്ക് എങ്ങനെയായിരിക്കും സദ്യയൊക്കെ, എന്ത് തരം പായസം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും പല്ലവി ആണെങ്കിലോ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്, ചെറുക്കൻ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സേതുവിൻ്റെ ഒപ്പം വന്നിട്ടുള്ള ആളാണെങ്കിലോ പുള്ളിക്കാരനൊരു കോള് വന്നതും ആള് പുറത്തേക്ക് പോവാണ്. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് യഥാർത്ഥത്തിൽ പല്ലവിയെ പെണ്ണ് കാണാൻ വരുന്ന ആൾക്കാർ എത്തുന്നത്. അവര് വലിയൊരു തറവാട്, ഇന്ദ്രപ്രസ്ഥം എന്നാണ് വീടിന്റെ പേര്. ആ തറവാട്ടിലെ ഇന്ദ്രന് വേണ്ടിയിട്ടാണ് പല്ലവിയെ കല്യാണം ആലോചിക്കുന്നത്. അമ്മയും അതുപോലെ ഇന്ദ്രനും ഇന്ദ്രന്റെ അനുജനും അമ്മാവനും ഒക്കെ കൂടെ നമ്മുടെ പല്ലവിയെ കാണാൻ വേണ്ടി വരികയാണ്. ഈ സമയത്താണ് നമ്മുടെ സേതുവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പല്ലവിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇയാൾ കല്യാണച്ചക്കനല്ലെന്നും ഇയാൾ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് നടത്തുന്ന ഒരുത്തനാണെന്നും മനസ്സിലായി. എടോ എഴുന്നേക്കടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സേതുവിനോട് ദേഷ്യപ്പെട്ടിട്ട് പല്ലവി ആണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിൽ ചെറുക്കനും കൂട്ടരും മാറിപ്പോയെന്ന് മാഷിനും അതുപോലെ തന്നെ മാഷിൻ്റെ ഭാര്യയ്ക്കും ഒക്കെ മനസ്സിലായി. ഇവരെ പറഞ്ഞയച്ചതിന് ശേഷം യഥാർത്ഥത്തിലുള്ള പെണ്ണ് കാണൽ കൂട്ടരെ ഒക്കെ വിളിച്ചിരുത്തി അവർക്ക് വേണ്ടിയിട്ട് ചായയും പലഹാരങ്ങളും ഒക്കെ കൊടുത്തു. കണ്ടപാടെ തന്നെ ഇന്ദ്രനും പല്ലവിക്കും തമ്മിൽ ബോധിച്ചു. അങ്ങനെ അന്നേ ദിവസം തന്നെ നമ്മുടെ പല്ലവിക്ക് വേണ്ടിയിട്ട് കല്യാണത്തിനുള്ള മുഹൂർത്തം വരെ അവരെടുക്കുകയാണ്. ഈ സമയമാണെങ്കിലോ എനിക്ക് തന്നെ ഓർഡർ തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് സേതു ആണെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ, കല്യാണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ പൊടിക്കുക. ഈ സമയത്താണെങ്കിലോ നമ്മുടെ സേതു ആണെങ്കിൽ മറ്റൊരു കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെത്തി. അവിടെ എത്തിയ സേതു കാണുന്നത് താനുമായിട്ട് എന്തൊക്കെയോ ഒരു ബന്ധമുള്ളതുപോലെ ഒരു കുടുംബത്തെ കാണിക്കുകയാണ്. സേതുവിന് അവരോട് തീരാത്ത ഒരു ദേഷ്യം ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. ഒരച്ഛനും അമ്മയും 3 പെൺമക്കളുമാണ് അവിടെ എത്തിയിരുന്നത്. അപ്പം ഈ അമ്മയുടെ കാല് ചെറുതായിട്ടൊന്ന് തട്ടുന്ന സമയത്ത് ഈ മക്കളും ആ ഭർത്താവും കൂടെ അമ്മയെ താങ്ങി പിടിക്കുന്നതും അതൊക്കെ കണ്ട് ദേഷ്യപ്പെടുന്ന നമ്മുടെ സേതുവിനെയും ഒക്കെ കാണിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം, അതായത് ഇന്നത്തെ കഥയിൽ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയുടെയും അതുപോലെ തന്നെ ഇന്ദ്രൻ്റെയും വിവാഹമാണ്. അപ്പം തലേ ദിവസത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളും ഒക്കെ മുൻകൈയെടുത്ത് ചെയ്യുന്നത് സേതുവിൻ്റെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ്. അപ്പം കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് കൊഴുകൊഴുക്കുന്ന ആ ഒരു സമയം, വധുവിൻ്റെ ആ ഒരു പ്രവേശനമാണ്. നല്ല രീതിയിൽ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് പല്ലവി ആ ഒരു കതിർ മണ്ഡപത്തിലേക്ക് കയറുകയാണ്. വധുവും വരനും ഒക്കെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയം പെണ്ണിൻ്റെ അമ്മ പറഞ്ഞു, അല്ല മുഹൂർത്തത്തിന് സമയമായി, എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെ ആ ഒരു ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ പല്ലവിയുടെ കഴുത്തിൽ ഇന്ദ്രൻ താലി ചാർത്തി. ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സേതുവിനോട് കൂട്ടുകാരൻ പറയുന്നുണ്ട്, കണ്ടില്ലേ ആദ്യമായിട്ട് പോയി പെണ്ണ് കണ്ടതാണ്, ആ പെണ്ണിൻ്റെ കല്യാണവും നടന്നു. സേതുവേട്ടാ നമ്മൾ നടത്തുന്ന 16ാമത്തെ വിവാഹമാണിത്. ഇത് ഗംഭീരമായല്ലോ, എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായല്ലോ. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ
ചെറുക്കനും പെണ്ണും ഒക്കെ അവർ ചേർന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു ആഘോഷമൊക്കെ നടത്തുകയാണ്. അങ്ങനെ ഒരു പാട്ട് സീനും ഒക്കെ കഴിഞ്ഞു. പിന്നീടാണെങ്കിൽ വധു വരൻ്റെ കൂടെ പോവേണ്ട സമയമായി. അങ്ങനെ നമ്മുടെ പല്ലവി അച്ഛനോടും അമ്മയോടും തൻ്റെ കൂടപ്പിറപ്പിനോടും ഒക്കെ യാത്ര പറഞ്ഞ് ചെറുക്കൻ്റെ ഒപ്പം ഇറങ്ങുകയാണ്. വളരെ ഗംഭീരമായിട്ട് കല്യാണം നടന്ന ആ ഒരു സന്തോഷത്തിൽ ആ മാഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സേതുവിൻ്റെ അടുത്തെത്തി. സേതു കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കി തന്നത് സേതുവിൻ്റെ ഒരു കഴിവും കൂടെ ഉണ്ട്. ദേ സേതു, ഈ പൈസ കുറച്ച് പൈസ കുറവുണ്ട്, ഞാനത് പെട്ടെന്ന് തന്നെ തന്നോളാം. എനിക്ക് ഇനി ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി വീട് കാണൽ ചടങ്ങും അതുപോലെയുള്ള ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്, ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നോളാം എന്നൊക്കെ പറയുമ്പോൾ മാഷ് ഇത്രയും ബുദ്ധിമുട്ടിയല്ലേ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, മാഷ് അതുകൊണ്ട് ഒന്നും ആലോചിക്കണ്ട, ദേ ഈ പൈസ അത് പിന്നീട് എനിക്ക് തന്നാൽ മതി. അങ്ങനെ സേതുവിൻ്റെ ആ ഒരു നല്ല മനസ്സ്. ഈ സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് വധു വലതുകാല് വെച്ച് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ആ ഒരു തറവാട്ടിലേക്ക് കയറുന്നതാണ്. പല്ലവിയെ വളരെ കാര്യമായിട്ട് തന്നെ അമ്മായിയമ്മ വിളക്കൊക്കെ കൊടുത്ത് കയറ്റി. പിന്നീടാണെങ്കിലും ചെറുക്കനും പെണ്ണും ഒക്കെ റൂമിലേക്ക് പോയി. അങ്ങനെ അവരവിടെ അവരുടേത് മാത്രമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങളിലേക്ക് പോകുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞു, അതേ പല്ലവി, നീ ഒന്ന് പോയി ഫ്രഷ് ആക്, ഇതൊക്കെ അന്നേരം കൊടുത്ത സാരിയൊക്കെ അല്ലേ, ഞാൻ അവിടെ നിനക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് നോക്കെന്നൊക്കെ പറയുകയാണ്. അപ്പം ഈ സമയം നമ്മുടെ ഇന്ദ്രൻ്റെ ഫോണിലേക്ക് കുറച്ച് കൂട്ടുകാരും ഒക്കെ വിളിച്ചു. എടാ, അങ്ങനെ അങ്ങ് നേരത്തെ കയറി മണിയറയിൽ കയറി ഇരുന്നാൽ ശരിയാവില്ലല്ലോ, നീ ഇങ്ങ് വന്ന് നിന്നോട് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ വിളിച്ചതും പ്രകാരം ഇന്ദ്രൻ താഴേക്ക് ചെല്ലുമ്പം അവരെല്ലാവരും കൂടെ ഒരു വെള്ളമടി സെറ്റപ്പാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഇന്ദ്രനും കൂടി ഈ കാഴ്ചയൊക്കെ മേളിൽ നിന്ന് നമ്മുടെ പല്ലവി നോക്കുന്നുമുണ്ട്. അതിനുശേഷമാണെങ്കിൽ പല്ലവി നേരെ റൂമിൽ പോയി ഫ്രഷ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ഇന്ദ്രനും അങ്ങോട്ട് വന്നു. ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ നിന്നൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുക. അതിനെന്താ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, പിന്നെ ഞാൻ മേല് കഴുകാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അല്ല, എൻ്റെ ഡ്രസ്സൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുമ്പം അവൻ 1-2 കവർ എടുത്ത് ഇവളുടെ കയ്യിൽ കൊടുക്കുക. ഇത് കണ്ട പാടെ തന്നെ അവൾ അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണെങ്കിൽ മൊത്തത്തിൽ വൾഗറായിട്ടുള്ള, അതായത് ശരിക്കും നിഴലടിക്കുന്ന ഡ്രസ്സുകൾ. ഈ ഡ്രസ്സ് കണ്ടതും അയ്യോ ഇതാണോ ഞാൻ ഇടേണ്ടത്, ഇന്ദ്രേട്ട എന്നോട് ക്ഷമിക്കണം, ഇത്തരത്തിലുള്ള ഒരു ഡ്രസ്സൊന്നും എനിക്കിടാൻ പറ്റത്തില്ല എന്ന് പല്ലവി നമ്മുടെ ഇന്ദ്രൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. പല്ലവി ഇങ്ങനെ പറഞ്ഞതും ഇന്ദ്രൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. പല്ലവിയെ അന്നത്തെ ദിവസം തന്നെ, ആ ഒരു ആദ്യ രാത്രി ദിവസം തന്നെ ഇന്ദ്രൻ ഗെറ്റ് ഔട്ട് അടിക്കുന്ന ആ ഒരു സീനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാ നാളെ ആ ഒരു കഥയൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്